ലോകത്ത് അസാധാരണ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. വെനിസ്വേലയുടെ പരമാധികാരങ്ങൾ വകവെക്കാതെ ആ രാജ്യത്ത് കടന്നു കയറുകയും ആ രാഷ്ട്രത്തിൻ്റെ തലവനെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം ബന്ദിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാനും ജനങ്ങളെ ഉപരോധത്തിലൂടെ ശ്വാസം മുട്ടിക്കാനും അമേരിക്ക തയ്യാറാകുന്നു. ഈ നികൃഷ്ടമായ കടന്നുകയറ്റത്തിനും ഹൃദയശൂന്യതയ്ക്കുമെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ശബ്ദം ഉയരേണ്ടതുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്താകെ നടത്തുന്ന സൈനിക കടന്നുകയറ്റങ്ങളുടെ ചരിത്രം മനുഷ്യക്കുരുതിയുടേതാണ്. വിയറ്റ്നാം മുതൽ ഇറാഖ് വരെയും സിറിയ മുതൽ ലിബിയ വരെയും ലാറ്റിൻ അമേരിക്ക ആകെയും ആ രക്തം ചിതറിക്കിടക്കുന്നു. തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് നിരപരാധികളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയത്. അധിനിവേശ താൽപ്പര്യങ്ങൾക്കായി ആണവായുധങ്ങളും രാസായുധങ്ങളും വരെ പ്രയോഗിച്ചു. ആ ക്രൂരത ജപ്പാനിലെയും വിയറ്റ്നാമിലെയും വരും തലമുറകളെപ്പോലും വേട്ടയാടുന്നതാണ്. ഇറാഖിലും സിറിയയിലും അമേരിക്ക വിതച്ച വിനാശങ്ങൾ ആ രാജ്യത്തെ അത്തരം രാജ്യങ്ങളെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിപ്പിക്കുകയുണ്ടായി. അത് പശ്ചിമേഷ്യയിലാകെ അസ്ഥിരത പടർത്തി. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും വെല്ലുവിളിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റം അടിച്ചേൽപ്പിക്കാൻ രാഷ്ട്രങ്ങൾക്കുമേൽ അമേരിക്ക അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്താൻ മടിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വെനിസ്വേലയിൽ കണ്ടത് ഇതുതന്നെയാണ്. ഇന്ന് വെനിസ്വേലയിൽ സംഭവിച്ചു. നാളെ ലോകത്തെ മറ്റേതൊരു രാജ്യത്തും ഇത് സംഭവിക്കാം. ഇത് നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തേണ്ട വിഷയമാണ്. പഹൽഗാമിൽ പാകിസ്ഥാനി ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും ഒപ്പം നിൽക്കാനും ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തിൻ്റെ ഐക്യദാർഢ്യം ഉറപ്പിക്കാനാണ് പ്രത്യേക പ്രതിനിധി സംഘങ്ങളെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. അന്ന് നാം ആഗ്രഹിച്ച അതേ രാജ്യാന്തര പിന്തുണക്ക് ഇന്ന് വെനിസ്വേലയിലെ ജനങ്ങൾക്കും അവകാശമുണ്ട്. മനുഷ്യ മനസാക്ഷി അമ്പരപ്പിച്ച സാമ്രാജ്യത്വ നീക്കത്തെ ഗൗരവത്തോടെ കാണുന്നതിന് പകരം നിസ്സാരവൽക്കരിക്കാനും അമേരിക്കൻ വിധേയത്വം പ്രകടിപ്പിക്കാനുമുള്ള ത്വരയാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച വിദേശ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ അമേരിക്കയുടെ പേര് പോലും പരാമർശിക്കപ്പെട്ടില്ല.
ഓരോ ദിവസവും ഇന്ത്യയെയും നമ്മുടെ പരമാധികാരത്തെയും അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതേ വഴിയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ വീണ്ടും വീണ്ടും ഉയർത്തുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമ്പോഴും അതേ ട്രംപിൻ്റെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടാക്കാൻ മത്സരബുദ്ധി കാണിക്കുന്ന തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെയും നാം കാണുകയാണ്. ഇതിലാരും അത്ഭുതപ്പെടുന്നില്ല. അമേരിക്കയുടെ ഫണ്ടിങ്ങോടെ CIA ആസൂത്രണം ചെയ്ത വിമോചന സമരമെന്ന അട്ടിമറി സമരം നടത്തിയവർക്ക് അതേ ചെയ്യാനാവും. ഇവിടെ ഒരു കാര്യവും കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. CIA പണം വാങ്ങിയതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാലത്ത് CIAയിൽ നിന്ന് ഫണ്ട് വാങ്ങിയവരിൽ അന്നത്തെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അവയുടെ പ്രേതങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമരംഗം നിയന്ത്രിക്കുന്നുണ്ട്. അത്തരം മാധ്യമങ്ങളും വെനിസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തിന് മധുരം പുരട്ടാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് അതൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണമോ മനുഷ്യത്വത്തിനെതിരായ ക്രൂരതയോ അല്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോരുത്തർക്കും ആശങ്കയും പ്രതിഷേധവും തോന്നേണ്ട ഒന്നാണ് പ്രസിഡന്റ് മഡുറോയെയും പത്നിയെയും തട്ടിക്കൊണ്ടുപോവുകയും വെനിസ്വേലയെ കടന്നാക്രമിക്കുകയും ചെയ്ത അമേരിക്കൻ നടപടി. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് പാണ്ഡികശാലകളാക്കുമെന്നും സ്ത്രീകളെ പൊതുസ്വത്താക്കും എന്നും മറ്റും CIA പണം വാങ്ങി മാരകമായ നുണ പ്രചരിപ്പിച്ചവർ ഇന്നും അതേ രീതി തുടരുന്നതാണ് കാണാൻ കഴിയുക. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു ഉദാഹരണം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ വാർത്താപത്രം എന്നാണ് മലയാള മനോരമ അവകാശപ്പെടാറുള്ളത്. ആ പത്രം ജനുവരി 5 ഒരു പ്രധാന തലക്കെട്ടോടുകൂടി പുറത്തിറങ്ങി. ആ തലക്കെട്ട് ഇതായിരുന്നു: അപ്പോൾ അന്ന് പറഞ്ഞതോ. ഇത് അതിദാരിദ്ര്യമുക്തമായ കേരളം അങ്ങനെ ആയില്ലെന്നും വ്യാപകമായ വിമർശനങ്ങൾക്ക് പിന്നാലെ സർക്കാർ പുതിയ പദ്ധതിയായി വരുന്നുവെന്നുമാണ് മനോരമയുടെ പുതിയ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച അതേ വേദിയിൽ 10,000 കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി
2 ചടങ്ങുകളാണ് നടത്തിയത്. ഒന്ന്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാശനം. 2, EPEP 2.0, അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ 2ാം ഘട്ടം, പദ്ധതി രേഖയുടെ പ്രകാശനം. ആ ചടങ്ങ് അന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. പദ്ധതി പ്രഖ്യാപനവും ആ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 63 ദിവസം പിന്നിട്ടു. അപ്പോഴാണ് പുതിയൊരു കണ്ടുപിടുത്തമായി മലയാള മനോരമ ഇത് അവതരിപ്പിച്ചത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാളിപ്പോയതുകൊണ്ട് സർക്കാർ 2ാം ഘട്ടവുമായി വരുന്നു എന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. 2022 64,006 അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടിക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയത്. അവരെ ഈ 64,006 കുടുംബങ്ങളെ 3 വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുകയായിരുന്നു. അതിന് കൃത്യമായ മൈക്രോ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. 2022 ശേഷം പുതുതായി ആരെങ്കിലും ആ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിക്കാനാണ് 2ാം ഘട്ടം. അതോടൊപ്പം ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പാക്കാനുമാണ് EPEP 2.0. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പത്രസമ്മേളനത്തിലും ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. പുതിയ ജനപ്രതിനിധികളെ അഭിനന്ദിക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ സുസ്ഥിര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിച്ചത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംവദിക്കുകയുണ്ടായി. അതിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ വർഷത്തെ പദ്ധതി റിവിഷനിലും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിലും അത് എപ്രകാരം ഉൾപ്പെടുത്തണം എന്നതിലും വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കുന്നത് വളരെ കൃത്യതയോടെയും സുതാര്യതയോടെയും നടപ്പാക്കുന്ന, നാടിനാകെ അഭിമാനം പകരുന്ന ഒരു പദ്ധതിയാണിത്. അത്തരമൊരു പദ്ധതിയെ കരിവാരി തേക്കുന്നത് ഏത് തരം മാധ്യമ പ്രവർത്തനമാണ്? അതിനായി വ്യാജ വാർത്തകൾ ചമക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? അപ്പോൾ അതിന് ഒറ്റ ഉത്തരമേ കാണാൻ കഴിയും. ജനങ്ങൾക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതേ മാനസികാവസ്ഥ തന്നെയാണ് വെനിസ്വേലയെ ആക്രമിച്ച് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ ഭീകരതയെ സ്വാഭാവികവൽക്കരിക്കാനും പ്രേരണയാകുന്നത്. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം മറച്ചുപിടിക്കലും വ്യാജ പ്രതീതി നിർമ്മാണവും എല്ലാ രംഗത്തുമുണ്ട്. വേറൊരു ഉദാഹരണം, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ
സവിശേഷമായ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നാണ് ആസൂത്രണ പ്രക്രിയ. അതിന് വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിട്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിന് വ്യക്തമായ ദിശാബോധം നൽകിയിരുന്ന ആസൂത്രണ കമ്മീഷനെ 2015 നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കി. അത് വലിയൊരു നയപരമായ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ആസൂത്രണ കമ്മീഷൻ അടച്ചുപൂട്ടുക എന്നത്. പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. അതോടെ ദശകങ്ങളായി നിലനിന്നിരുന്ന പദ്ധതിയേതര വിഭജനം കേന്ദ്ര ബജറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. സാങ്കേതികവും ശാസ്ത്രീയവുമായ ആസൂത്രണത്തിന് പകരം ബജറ്റ് വീതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ധനമന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാത്രമായി വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്കെത്തി. കേന്ദ്രത്തിൻ്റെ ഈ നടപടിക്ക് പിന്നാലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ആസൂത്രണ ബോർഡുകൾ പിരിച്ചുവിട്ടു. ബജറ്റുകളിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ആസൂത്രണം ഉപേക്ഷിക്കുന്നതിലൂടെ റവന്യൂ ചെലവുകൾ കുറക്കാനാവുമെന്നും കൂടുതൽ തുക വികസന പ്രവർത്തനങ്ങൾക്കായി മൂലധന ചെലവ് മാറ്റിവെക്കാനാവുമെന്നുമാണ് അന്ന് ഇതിൻ്റെ വക്താക്കൾ ഉയർത്തിയ പ്രധാന വാദം. എന്നാൽ കേന്ദ്രത്തിൻ്റെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി NIPFP നടത്തിയ പുതിയ പഠനം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 18 സംസ്ഥാനങ്ങളുടെ ശരാശരി മൂലധന ചെലവ് മൊത്തം ചെലവിൻ്റെ 12.8% ആസൂത്രണ ബോർഡുകൾ നിർത്തലാക്കിയതിന് ശേഷമുള്ള 2017-18 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ ഇത് 11.3% കുറഞ്ഞു. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ ഇത് 12.2%-ലെത്തിയെങ്കിലും ആസൂത്രണ ബോർഡുകൾ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴും പിന്നിലാണ്. ചുരുക്കത്തിൽ ആസൂത്രണ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചത് വഴി സംസ്ഥാനങ്ങളിൽ മൂലധന നിക്ഷേപം വർദ്ധിച്ചില്ല. അത് കുറയുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതേ പഠന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. കേന്ദ്രം ആസൂത്രണ കമ്മീഷനെ ഉപേക്ഷിച്ചപ്പോഴും ആസൂത്രണ പ്രക്രിയയുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത്. ആസൂത്രണ ബോർഡ് നിലനിർത്തുകയും ബജറ്റിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ തുടരുകയും ചെയ്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്
ശരിയായിരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൻ്റെ മൂലധന ചെലവ് 6.3%. ആസൂത്രണ ബോർഡുകൾ ഇല്ലാതാക്കി മറ്റ് സംസ്ഥാനങ്ങൾ തളർന്നപ്പോൾ കേരളം ആസൂത്രണം ശക്തിപ്പെടുത്തിയതിലൂടെ 2017-22 കാലയളവിൽ ഇത് 7.5% വർദ്ധിപ്പിച്ചു. തുടർന്നുള്ള 2022-24 വർഷങ്ങളിൽ ഇത് വീണ്ടും ഉയർന്നു 8.2% ഉയർന്നു. ബജറ്റ് കണക്കുകൾ മാത്രം ആധാരമാക്കിയുള്ള NIPFP പഠനത്തിൽ കിഫ്ബി വഴിയുള്ള ബൃഹത്തായ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. കിഫ്ബിക്ക് സർക്കാർ നൽകുന്ന പണം കേന്ദ്ര ബജറ്റ് വർഗീകരണമനുസരിച്ച് റവന്യൂ ചെലവായാണ് കണക്കാക്കുന്നത്. ഈ തുക കൂടി പരിഗണിച്ചാൽ കേരളത്തിലെ മൂലധന ചെലവ് റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. ആസൂത്രണ ബോർഡിൻ്റെ ശാസ്ത്രീയമായ ഇടപെടലുകൾ വഴി അനാവശ്യമായ റവന്യൂ ചെലവുകൾ നിയന്ത്രിക്കാനും കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു. ആസൂത്രണം ഒരു അനാവശ്യ ഭാരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് കേരളം കൈവരിച്ച ഈ നേട്ടം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിഭവങ്ങൾ വിന്യസിക്കാൻ ശാസ്ത്രീയമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രണ പ്രക്രിയക്ക് നൽകുന്ന പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളം വികസന പാതയിൽ മുന്നോട്ട് പോകും. ഇത്തരം മുന്നേറ്റം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. UDF സർക്കാരിന് കീഴിൽ തകർന്നടിഞ്ഞതാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും. അവയെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് പ്രതിരോധം തീർക്കുകയാണ് LDF സർക്കാർ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കാനും അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സർക്കാർ നിരന്തരം ഇടപെട്ടു. വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ 51 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലം ഈ സ്ഥാപനങ്ങൾ 5135.89 കോടി രൂപയുടെ സംയുക്ത വിറ്റുവരവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.14% വർധനവാണ്. അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിലെ 12-ൽ നിന്ന് 24-25 14 ഉയർന്നു. അതുപോലെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ എണ്ണം 18-ൽ നിന്ന് 22 വർദ്ധിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനും അവയിലെ നിക്ഷേപം കുറക്കാനും അതുവഴി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള നയങ്ങളാണ് നടപ്പാക്കുന്നത്. കേരളം ഈ സ്ഥാപനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട്
ശക്തമായ ഒരു കോട്ടയായി നിലകൊള്ളുന്നു. 2016-നും 2024-നും ഇടയിലുള്ള വാർഷിക വ്യവസായ സർവേ ASI കണക്കുകൾ പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. 2016-ൽ കേരളത്തിൽ 170 സർക്കാർ ഫാക്ടറികളുണ്ടായിരുന്നത് 2024-ൽ 163 ഏതാണ്ട് സ്ഥിരതയോടെ നിലകൊള്ളുന്നു. ഇതേ കാലയളവിൽ കർണാടകയിൽ പൊതുമേഖലാ ഫാക്ടറികളുടെ എണ്ണം 151-ൽ നിന്ന് 74. ഉത്തർപ്രദേശിൽ 117-ൽ നിന്ന് 45. കുത്തനെ ഇടിയുകയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങൾ ശക്തമായ ഗുജറാത്തിൽ 406-ൽ നിന്ന് 139. മഹാരാഷ്ട്രയിൽ 343-ൽ നിന്ന് 98. ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവാണ്. പശ്ചിമ ബംഗാളിൽ 152-ൽ നിന്ന് 67. ഇങ്ങനെ വലിയ കുറവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റമില്ലാതെ അതേ എണ്ണം നിലനിർത്തി പോകാൻ നമുക്ക് കഴിയുന്നത്. മൊത്തം സാമ്പത്തിക മൂല്യവർദ്ധനവിൻ്റെ കാര്യത്തിൽ ഗ്രോസ് വാല്യൂ ആഡഡ് GVA രാജ്യത്തെ ആകെ വിഹിതത്തിൻ്റെ 11.3% നാം സംഭാവന നൽകുന്നുണ്ട്. കേരളം മഹാരാഷ്ട്രക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇതേസമയം ഗുജറാത്തിൻ്റെ വിഹിതം 2%, തമിഴ്നാടിൻ്റേത് 5.9% മാത്രമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 15.6% സഞ്ചിത നാമമാത്ര GVA വളർച്ചയോടെ കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി മാറി. ഇതേ കാലയളവിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ വൻകിട സംസ്ഥാനങ്ങൾ നെഗറ്റീവ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2016-ൽ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 5756 കോടി രൂപയുടെ മൂല്യവർദ്ധനവാണ് ഉണ്ടായിരുന്നെങ്കിൽ 2024-ൽ മൂല്യവർദ്ധനവ് 17,801 കോടി രൂപയായി കുതിച്ചുയർന്നു. അതായത് 15.2% മികച്ച വാർഷിക വളർച്ച CAGR കേരളം കൈവരിച്ചു. ഏറെ ശ്രദ്ധേയമായ കാര്യം, വ്യവസായ ഭീമന്മാരായ ഗുജറാത്തിൻ്റെ GVA 8,534 കോടിയിൽ നിന്ന് 3,189 കോടിയിലേക്കും മഹാരാഷ്ട്രയുടേത് 58,237 കോടിയിൽ നിന്ന് 18,863 കോടിയിലേക്കും കുത്തനെ ഇടിഞ്ഞു എന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള കേരള സർക്കാരിൻ്റെ സന്ധിയില്ലാത്ത പ്രതിബദ്ധതയും നവീനമായ കാഴ്ചപ്പാടുകളുമാണ് ഈ വികസന കുതിപ്പിന് കാരണമായത്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും കേരളം കൈവരിക്കുന്ന ഈ നേട്ടങ്ങൾ നമ്മുടെ നാട് നല്ല രീതിയിൽ
സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ അതേസമയം ഈ നേട്ടം ചിലരെയെല്ലാം അസ്വസ്ഥരാക്കുന്നു എന്നതും വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി നുണക്കോപ്പുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ്. അവർക്കെല്ലാമുള്ള ശക്തമായ മറുപടിയായാണ് ഈ നേട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. പുകമറകൾ കൊണ്ട് ഈ മുന്നേറ്റത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാം എന്നാണ് നുണപ്രചാരകർ കരുതുന്നത്. അവർ ആസൂത്രിതമായി വ്യാജ കേരള സ്റ്റോറികൾ പടച്ചുവിടുകയാണ്. അത്തരക്കാരെ കരുതിയിരിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ളതാണ്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകൾ, 45 ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. ഇതിൽ സർക്കാരിൻ്റെ 17 വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി. ഈ 284 ശുപാർശകളും 45 ഉപശുപാർശകളും, അവയിൽ 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നതിന് അതത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. നടപടി പൂർത്തിയാക്കാൻ ശേഷിക്കുന്ന ശുപാർശകൾ നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലോ മറ്റ് വകുപ്പുകളിൽ നിന്ന് സമ്മതപത്രം ലഭ്യമാക്കിയാലോ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2020 നവംബർ 5-നാണ് JB കോശി കമ്മീഷനെ നിയമിച്ച് ഉത്തരവാകുന്നത്. കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2025 ഫെബ്രുവരി 17-നും യോഗം ചേർന്നിരുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം നടത്തുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയും വകുപ്പ് തലവന്മാരുമായി 5 തവണ വിഷയം ചർച്ച ചെയ്യാൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. പലതവണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുമുണ്ടായി.
സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തുറന്നുള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്കയുണ്ടാകേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നിലനിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ അവരെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വിളിച്ചു ചേർക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെയും ആഗോള മലയാളി സമൂഹത്തെയും വ്യവസ്ഥാപിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനായി 2018 രൂപീകരിച്ചതാണ് ലോക കേരള സഭ. സഭയുടെ 5ാം സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നടക്കുകയാണ്. 29 വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും 30, 31 തീയതികളിൽ നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനവും നടക്കും. കേരള നിയമസഭയിലെ അംഗങ്ങൾക്കും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങൾക്കുമൊപ്പം രാജ്യത്തിനകത്തും പുറത്തും വസിക്കുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രവാസി പ്രതിനിധികളും ചേരുന്നതാണ് സഭയുടെ അംഗബലം. വിദേശ രാജ്യങ്ങളിലും ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾ, OCI കാർഡുടമകൾ, പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയവർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ഈ വേദിയെ വിശ്വമലയാളികളുടെ ഒരു സമഗ്ര ജനാധിപത്യ സംഗമമാക്കി മാറ്റുന്നു. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് ആരംഭിച്ചതായിരുന്നു ലോക കേരള സഭ. ഇപ്പോൾ 5ാം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 125 രാജ്യങ്ങളിലേക്ക് അതിൻ്റെ പ്രാതിനിധ്യം വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിപുലമായ ആഗോള സാന്നിധ്യം തന്നെയാണ് 5ാം സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു പ്രശ്നം, 2ാം കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി വേമ്പനാട്ട് കായലിൽ കോട്ടയം നഗരത്തിനോടും തിരുവാർപ്പ് പഞ്ചായത്തിനോടും ചേർന്ന് കിടക്കുന്ന പഴുക്കാനില കായൽ ശുചീകരണത്തിന് കിഫ്ബി 103,73,00,000 രൂപയുടെ ഫണ്ട് അനുവദിച്ചു. കൂടാതെ മലരിക്കൽ ആമ്പൽ ഗ്രാമത്തിൻ്റെ വികസനത്തിന് 104 കോടി രൂപയുടെയും പദ്ധതി കിഫ്ബി ആവിഷ്കരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നദികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കലടിഞ്ഞ് രൂപപ്പെട്ട തുരുത്തുമൂലമുള്ള വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് മുക്തി നേടാൻ പദ്ധതി ഉപകരിക്കും. പഴക്കാനിലം കായലിൽ അടിഞ്ഞുകൂടിയ എക്കൽ കോരിയെടുത്ത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ജെ ബ്ലോക്ക് 9000, തിരുവായ്ക്കരി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ F ബ്ലോക്ക് എന്നീ പാടശേഖരങ്ങളുടെ
27.8 കിലോമീറ്റർ പുറം ബണ്ടുകൾ ബലപ്പെടുത്തി ഗതാഗതയോഗ്യമാക്കി വികസിപ്പിക്കുന്നതിനും നെൽകൃഷി സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. മറ്റൊരു പ്രശ്നം പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാനത്തിൻ്റെ അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെട്ടിച്ചുരുക്കലുകൾ 2017 മുതൽ കേന്ദ്രം നടപ്പിലാക്കുകയാണ്. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി 12 തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മന്ത്രിമാർ, MLA മാർ, MP മാർ എന്നിവർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമാണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രത്യേകമായ അവസ്ഥയാണെന്ന് കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റേതായ അനുഭവം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. അതായത് ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ 5 വർഷത്തെയോ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം. അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ. അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ഇത് കണക്കാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ, ആ നാടിൻ്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട്. നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇതീ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അതായിരുന്നോ പഴയകാലം? പഴയകാലത്ത് പലതിലും ചില തരത്തിലുള്ള
റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ. ആ കാലമേ മാറിപ്പോയില്ലേ? അത് കാലത്തിൻ്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? ആ മാറ്റത്തിന് LDFിൻ്റേതായ ഒരു പങ്കുണ്ടല്ലോ. LDF സ്വീകരിച്ച നയസമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങനൊരു കാര്യം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിൻ്റെ മുന്നിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയുമല്ലോ. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെയുള്ള നവജാത ശിശുക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ കുറഞ്ഞ് 5% എത്തി നിൽക്കുന്നത്. അതാണെങ്കിൽ ലോക റെക്കോർഡായിട്ടല്ലേ മാറുന്നത്. അമേരിക്കയുടെ 5.6 ആകുമ്പോഴല്ലേ നമ്മൾ 5% നിൽക്കുന്നത്. അതേപോലെ തന്നെ മാതൃമരണ നിരക്കും വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതൊക്കെ റെക്കോർഡാണല്ലോ. രാജ്യത്തിൻ്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ മാറ്റം എങ്ങനെ വന്നതാണ്? വിദ്യാഭ്യാസ രംഗം നമ്മുടെ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ, അന്നത്തെ എണ്ണം 1000-ലധികമായിരുന്നു തോന്നുന്നുണ്ട്, സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. അടച്ചുപൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസ രംഗം എത്ര ഫലപ്രദമായിട്ടാണ് മാറിയത്? ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ അധികം പോകുന്നില്ല. ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം വേണ്ടേ? 2016 മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് പ്രായമുണ്ടല്ലോ. 2016 ശേഷം മാത്രം വന്നവരെല്ലാവരും. അന്ന് പുസ്തകം ഇല്ലാതെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് അധ്യാപകർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ കുട്ടികൾക്ക്? എന്തിൻ്റെ കുറവാത്? ഏതിൻ്റെ ഭാഗമാണത്? അപ്പം കൃത്യമായൊരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടല്ലേ? ആ രംഗത്തെ അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ? എന്നാൽ അതിനുശേഷമുള്ള സ്ഥിതി എന്താണ്? ഇപ്പോൾ നേരത്തെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനം എങ്ങനെ പോകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ. അല്ല, ഞങ്ങൾക്ക് കരകൂലൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കരകൂലും എല്ലാ കാലത്തും. ആ ജനങ്ങൾ ഞങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അത് വെറും ഈ പ്രചരണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, അവരുടെ അനുഭവത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നില വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിനുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിനിഷ്ഠുരമായ ഒരു കലാപമായിരുന്നല്ലോ അത്. ആ കലാപം നടന്നതിന് ശേഷം ആ പ്രദേശത്ത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സന്ദർശിക്കുമല്ലോ. അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഒരു സംഘം, അത് RSS ആണ്, അവർ നിബന്ധന വെക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ AK ആൻ്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്താണത് കാണിക്കുന്നത്? അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണല്ലോ. ഞാനവിടെ പോയിരുന്നു, ആരുടെ അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത്. അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. എന്തിനാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊരു നിലപാടെടുത്തത്? അതാണ് UDF രീതി. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. UDF നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത്. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDF സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേ വർഗീയ ശക്തികൾ നമ്മുടെ കേരളം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ, കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല. അവർ തലപൊക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ, അതിൻ്റേതായ നീക്കങ്ങൾ ഉണ്ടായാൽ, കർക്കശമായ നടപടികളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാർ രീതി. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക? അത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ്. ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രകടനമാണ് എന്ന് സ്ഥാപിക്കലാണ്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDP എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു. ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ എല്ലാ ജനവിഭാഗങ്ങളെയും എടുത്തോ, ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ളൂ ഈ വർഗീയ ശക്തികൾക്ക്. ആ വർഗീയത നാടിന് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ അത് തിരിച്ചറിയാൻ UDFന് കഴിയുന്നില്ല. അതാണ് പ്രശ്നം. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു, കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെങ്ങനെ സാധിക്കും? അത് ജനങ്ങളോട് പറയുമെന്ന് അവരും പറയുന്നു. രണ്ടും ഒരേ ശബ്ദമാണ്, ഒരേ ന്യായമാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല. ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ്. മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും BJPക്കോ രാജീവ് ചന്ദ്രശേഖറിനോ താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. മതനിരപേക്ഷതയിലൂടെ മാത്രമേ പൊതുവെ വർഗീയതയെ നേരിടാനാവൂ. ഇവിടെ ഏത് വർഗീയ ശക്തിയും
സ്വീകരിക്കുന്ന സമീപനം അത് മറ്റ് മതവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ളതാണ്. അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട്. അതിനെയെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തുമുണ്ട് നമുക്കറിയാലോ. അവർ ഇടയ്ക്കിടെ നിലപാട് മാറ്റാറുണ്ട്. ഞങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഇപ്പോൾ പഴയ ഒരു കോൺഗ്രസിൻ്റെ സിംല സമ്മേളനമില്ലേ, ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് പറഞ്ഞതെന്തായിരുന്നു? കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. കൂടുതൽ വിലപേശൽ നടത്തുന്നു. ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം തൻ്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം. ഇപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും പുറത്തു വിടണം എന്ന് അടുത്ത ഘട്ടത്തിൽ ശ്രീ ആൻ്റണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതായി കണ്ടു. നമ്മളിതിൽ ഓർക്കേണ്ട ഒരു കാര്യം, രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായ കാലം, ആ ഘട്ടത്തിൽ CK ഗോവിന്ദൻ നായർ അനുസ്മരണ പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലബാറിൽ 2 or 3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിന് വഴി തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് CK ഗോവിന്ദൻ നായർ എന്നായിരുന്നു. ഇത് രമേശ് ചെന്നിത്തല തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ്. CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. അതാരാ പറഞ്ഞ്? അതും അന്ന് രമേശ് ചെന്നിത്തല തന്നെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ UDFൽ അണിനിരത്തുന്നതിന് നേതൃസ്ഥാനത്തുള്ളത്. സതീശൻ, K മുരളീധരൻ, ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ്. 5ാം മന്ത്രിസ്ഥാനം വലിയ വിവാദമായി വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണല്ലോ. 5ാം മന്ത്രി വിവാദം ആ കാലത്ത് സതീശൻ്റെ സ്വരം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ കാര്യം 5ാം മന്ത്രിസ്ഥാനം
മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു. അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത്. സതീശൻ്റെ വാക്കുകളാണ്. ഭരണപരമായ പക്വത നാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ? ഇത് ഏതെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞതല്ലല്ലോ. പരസ്യമായി സതീശൻ പ്രസംഗിച്ച കാര്യമാണല്ലോ. മലബാറിൽ പുതിയ 33 സ്കൂളുകൾ തുറക്കാൻ UDF സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ വി ഡി സതീശൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത്. മലബാറിന് അനുവദിച്ച 33 സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുമാണ് അന്ന് പ്രസംഗിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയാണ്. സതീശന് മറുപടിയായി തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായ TK അബ്ദുള്ളയാണ്. ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ്. തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കാൻ നല്ലവിള ചമയുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അതാണ് യഥാർത്ഥ പ്രശ്നം. ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോ നിലപാടല്ല, സ്ഥായിയായ നിലപാടാണ്. വർഗീയതയുമായി ബന്ധമില്ല. മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കും. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. ഏത് വർഗീയതയായാലും എതിർക്കും. ഇതാണ് ഞങ്ങളുടെ സ്ഥായിയായ നിലപാട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ CBI അന്വേഷണത്തിന് വിടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞേക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിടക്കിടക്ക് പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. എന്താ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതെയാ. അപ്പോൾ ഏതായാലും അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാം വിടുകയോ എന്നുള്ളതല്ല പ്രശ്നം. അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടക്കണ്ടേ? ആ പരിശോധനകൾ നടക്കട്ടെ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വളരെ തിരക്കായിട്ട് CBIക്ക് വിടുന്ന ചരിത്രങ്ങൾ നമ്മൾ കുറേ കണ്ടതാണല്ലോ. അത് ആ ഒരു ശീലക്കാരല്ലല്ലോ ഞങ്ങൾ. ആവശ്യമായ പരിശോധന നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതായിരിക്കും. ഇപ്പം ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നമുക്ക് ഇനിയും വീണ്ടും പറയാമല്ലോ. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാം. ഇവിടെ കോൺഗ്രസിൻ്റേതായി ഏതെങ്കിലും വീടുകൾ പണിയാൻ ആരംഭിച്ചു എന്നുള്ളത് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നല്ലതാണ്. കർണാടക സർക്കാർ മാത്രമല്ല, നിരവധി സംസ്ഥാന സർക്കാരുകൾ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള വിവിധ സർക്കാരുകൾ നമുക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. അത് അവിടെയുള്ള പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതെല്ലാം സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതാണ്. അതിലേതെങ്കിലും ഒരു സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. അത് സംസ്ഥാനം തരുന്ന ഫണ്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഏതായാലും ഇവിടെ
കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ട് ഒരു വീടും ഇതേവരെ പണി ആരംഭിച്ചതായി കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസും ഉടനെ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞിരുന്നു, അതും ഇതേവരെ കണ്ടിട്ടില്ല. അതേസമയം മറ്റൊരു യുവജന സംഘടനയായ DYFI അവർ 100 വീട് പൂർത്തിയാക്കാനുള്ള പണം നേരത്തെ തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം. അതാ അല്ല അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത തവണ എടുക്കാം.